വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കിയിൽ മദ്യപൻ യുവാവിനെ വെടിവെച്ചു കൊന്നു. വെടിയേറ്റ മറ്റൊരാളുടെ നില ഗുരുതരമാണ്. ബസ് ജീവനക്കാരനായ സനൽ ബാബുവാണ് മൂലമറ്റം സ്വദേശി ഫിലിപ്പ് മാർട്ടിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തട്ടുകടയിലുണ്ടായ തർക്കത്തിന് പിന്നാലെ പ്രതി നാട്ടുകാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഇന്നലെ രാത്രി 9:45 കൂടിയാണ് മൂലമറ്റം ഹൈസ്കൂളിന് മുന്നിൽ വെച്ച് പ്രതി ഫിലിപ്പ് മാർട്ടിൻ തുരുതുര വെടിയുതിർത്തത്. മദ്യലഹരിയിൽ കാർ ഓടിച്ചു വന്ന പ്രതി ചുറ്റുമുള്ളവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. വെടിവെപ്പിനിടെ സ്കൂട്ടറിൽ ഇതുവഴിയെത്തിയ സനലിനെ പ്രതി ഇടിച്ചിട്ടു. കഴുത്തിന് വെടിയേറ്റാണ് സനലിന്റെ മരണമെന്ന് പോലീസ് പറയുന്നു. സനലിന്റെ സുഹൃത്ത് പ്രദീപ് വെടിയേറ്റ് ഗുരുതര നിലയിലാണ്. മറ്റു രണ്ടുപേരും സാരമായ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. പലരും വെടിവെപ്പിനിടെ മരത്തിനു പിന്നിൽ ഒളിച്ചും ഒഴിഞ്ഞുമാറിയുമാണ് ജീവൻ രക്ഷപ്പെടുത്തിയത്. പിന്നെ ആൾക്കാരെന്നെ പുറകിന് ഓടി കിട്ടിയില്ല. പിന്നെ ഞങ്ങൾ വണ്ടി കേട്ടതിന് പുറകിന് പോയി. അവിടെ പോലീസുകാരുണ്ടായിരുന്നു. പോലീസുകാർ പറഞ്ഞു സാറേ വെടി വെച്ചിട്ട് പോയ വണ്ടിയാണെന്ന് പറയുകയും ചെയ്തു. അതാണ് നമ്മൾ കണ്ടത്. രാത്രി പ്രതി ഫിലിപ്പും മറ്റൊരാളും മൂലമറ്റത്തെ തട്ടുകടയിലെത്തിയിരുന്നു. ഭക്ഷണം തീർന്നതിന്റെ പേരിൽ ഇവർ ബഹളം വച്ചു. പിന്നീട് നാട്ടുകാർ ഇടപെട്ട് വാഹനത്തിൽ കയറ്റി അയച്ചു. എന്നാൽ വൈകാതെ തോക്കുമായി തിരികെ എത്തിയ ഫിലിപ്പ് കണ്ണിൽ കണ്ടവർക്ക് നേരെയെല്ലാം വെടിയുതിർക്കുകയായിരുന്നു. അവന്മാര് വണ്ടി കൊണ്ടുവന്നിട്ട് ഈ തോക്ക് കാണിച്ച് ഭയങ്കര പ്രകടനമായിരുന്നു. ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു, തെറി വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ കുറേ വട്ടം അവിടെ ഇട്ട് ഇങ്ങനെ വണ്ടിയിട്ട് കറക്കി. കാറിൽ കടക്കാൻ ശ്രമിച്ച പ്രതി മുട്ടത്ത് പോലീസിന്റെ പിടിയിലായി. 2014 മൂലമറ്റം എടാട്ടുള്ള ഒരു കൊല്ലൻ നിർമ്മിച്ചാണ് തോക്കെന്ന് പോലീസ് കണ്ടെത്തി. ഒരേ സമയം 2 തിരകൾ നിറയ്ക്കാൻ കഴിയുന്ന തോക്കാണിത്. വിദേശത്തായിരുന്ന മാവേലി പുത്തൻപുരയ്ക്കൽ ഫിലിപ്പ് മാർട്ടിൻ ഈയിടെയാണ് നാട്ടിലെത്തിയത്. ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ സംഭവ സ്ഥലത്തെത്തി. ന്യൂസ് 18 ഇടുക്കി. ഇസ്രായേലിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സൗമ്യയുടെ ബന്ധുവാണ് മൂലമറ്റത്ത് കൊല്ലപ്പെട്ട സനൽ ബാബു. 1 സെന്റ് ഭൂമി മാത്രമുള്ള കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു സനൽ. ഒരു വേർപാടിന്റെ വേദന മാറും മുൻപേ വീണ്ടും ഒരു സങ്കട വാർത്തയെത്തിയത് ഈ കുടുംബത്തിന് താങ്ങാവുന്നതിലുമേറെ. ഇസ്രായേലിൽ കൊല്ലപ്പെട്ട സൗമ്യ സനലിന്റെ അച്ഛന്റെ സഹോദരി പുത്രിയാണ്. കീരിത്തോട് ടൗണിന് സമീപമുള്ള 1 സെന്റ് ഭൂമി മാത്രമാണ് കുടുംബത്തിന്റെ ആകെയുള്ള സമ്പാദ്യം. അച്ഛൻ സാബു അസുഖബാധിതനായി കിടപ്പിൽ. അച്ഛനും അമ്മയും സഹോദരിയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു സനൽ. ഇവന്റെ അപ്പന്റെ പെങ്ങളുടെ മോക്കാണ് അതിദാരുണമായ ഇസ്രായേലിലുണ്ടായ അപകടത്തിൽ ആ പെൺകുട്ടി മരിച്ചു പോവുകയും അതിൻ്റെ ഒരു വിഷമവും പ്രയാസവും ഈ സാബുവിനെയും അതുപോലെ തന്നെ ആ കുടുംബത്തെയൊക്കെ വളരെ നിരാശയിലാക്കിയ സമയത്താണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. 1 വർഷം മുമ്പാണ് ഇസ്രായേലിൽ നേഴ്സായിരുന്ന സൗമ്യ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ന്യൂസ് 18 ഇടുക്കി. കണ്ണൂർ പരിയാരത്ത് ആംബുലൻസ് ഡ്രൈവർമാർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾക്ക് കുത്തേറ്റു. പിലാത്തറ സ്വദേശി റിജേഷിനാണ് കുപ്പിക്കഷ്ണം കൊണ്ട് കുത്തേറ്റത്. പരിയാരം മെഡിക്കൽ കോളേജിന് സമീപത്താണ് സംഭവം. ട്രിപ്പിനെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചത്. റിജേഷിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. 25 കിലോ കഞ്ചാവുമായി 4 പേർ നീണ്ടകരയിൽ പിടിയിൽ. വിശാഖപട്ടണത്ത് നിന്ന് കൊല്ലത്തേക്ക് കടത്താനായിരുന്നു ശ്രമം. ക്ഷേത്ര ദർശനം എന്ന വ്യാജേനയായിരുന്നു സ്ത്രീ ഉൾപ്പെടെയുള്ള സംഘത്തിന്റെ കഞ്ചാവ് കടത്തൽ. പുലർച്ചെ 4 മണിക്ക് നീണ്ടകര ചീലാന്തി ജംഗ്ഷനിലെ പെട്രോൾ പമ്പിൽ വെച്ചാണ് കഞ്ചാവുമായി വന്ന വാഹനം പിടിച്ചത്. വാടകയ്ക്കെടുത്ത ഇന്നോവ കാറിൽ കുടുംബവുമായി തിരുപ്പതി ക്ഷേത്ര ദർശനത്തിനെന്ന വ്യാജേനയാണ് കഞ്ചാവ് കടത്തിയത്. ആറ്റിങ്ങൽ പറയത്തുകോണം സ്വദേശി വിഷ്ണു, ഭാര്യ സൂര്യ, കൊല്ലം തൃക്കടൂർ സ്വദേശി അഭയ സാബു എന്നിവരാണ് പിടിയിലായത്. വിഷ്ണുവിൻ്റെയും സൂര്യയുടെയും 2 വയസ്സുള്ള കുട്ടിയും വാഹനത്തിലുണ്ടായിരുന്നു. കൊല്ലം ശാസ്ത്രി ജംഗ്ഷൻ സ്വദേശി ഉണ്ണികൃഷ്ണന് വേണ്ടിയാണ് കഞ്ചാവ് കൊണ്ടുവന്നത്. ഇയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ആന്ധ്രാപ്രദേശിൽ നിന്നും 25 കിലോയോളം കഞ്ചാവ് 2 ദിവസം മുമ്പ് എടുത്ത് അത് കൊല്ലത്തേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. അതിൻ്റെ രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡാൻസ് ഓഫ് ചവറ പോലീസും ചേർന്ന് ഇത് കണ്ടെടുത്തത്. കാറിനുള്ളിൽ 25ഓളം പാക്കറ്റുകളിലായിട്ടാണ് ഇത് കണ്ടത്. ഒരു കുടുംബം എന്നുള്ള വ്യാജനയാണ് ഈ കാറിൽ സഞ്ചരിക്കുന്നത്. സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അവർ നടക്കുന്നത്. അപ്പോൾ ഇവരുടെ മുൻകാല പരിപാടികളും ഇവരുടെ ബിസിനസ്സും ഒക്കെ വിശദമായിട്ട് തന്നെ പരിശോധിക്കുന്നുണ്ട്. സോഴ്സ് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീം സംഘത്തെ പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. ചവറ CI നിസാമുദ്ദീൻ, ഡാൻസ് ഓഫ് SI ജയകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് 18 നീണ്ടകര. കാടിറങ്ങുന്ന വന്യത.
വയനാട് അപ്പപ്പാറയിൽ കാട്ടാനയ്ക്ക് മുന്നിൽ അകപ്പെട്ട കാർ യാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴിഞ്ഞ ദിവസം രാത്രി 10:30യോടെയാണ് നാഗമന മമ്മാലിമുക്കിന് സമീപം ജനവാസ പ്രദേശത്തെ റോഡിൽ ഒറ്റയാനിറങ്ങിയത്. അപ്പപ്പാറ സുകന്യ നിവാസിൽ പ്രതീഷും അയൽവാസികളുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. എന്റെ ക്യാമറ ഉണ്ട്. അത് നല്ല കാറിലുണ്ടായിരുന്ന കുട്ടികൾ പേടിച്ചു കരഞ്ഞുവെങ്കിലും ഹെഡ്ലൈറ്റുകൾ അണയ്ക്കാതെയും പിന്നോട്ടു പോകാതെയും പ്രതീഷ് സംയമനം പാലിച്ചതാണ് രക്ഷപ്പെടാൻ സഹായിച്ചത്. ഒറ്റയാൻ പലതവണ കാറിന് നേരെ പാഞ്ഞെടുത്തുവെങ്കിലും ഒടുവിൽ തിരിഞ്ഞ് സമീപത്തെ തോട്ടത്തിലേക്ക് പോയി. പാലക്കാട് കുളപ്പുള്ളിക്ക് സമീപം ചരക്ക് ലോറി മറിഞ്ഞു. വാടാനം കൃഷിയിലാണ് അപകടം. കോയമ്പത്തൂരിൽ നിന്ന് കോഴിത്തീറ്റയുമായി വരികയായിരുന്ന ലോറി ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട് തല കീഴായി മറിയുകയായിരുന്നു. അപകടത്തിൽ സമീപത്തെ തട്ടുകട തകർന്നു. കോയമ്പത്തൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി. നെയ്യാറ്റിൻകര കുറ്റ്യാണിക്കാടിൽ വാഹനാപകടത്തിൽ കാൽനട യാത്രക്കാരൻ മരിച്ചു. 54-കാരനായ അജയനാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ ഇറച്ചിക്കോഴിയുമായി വന്ന പിക്കപ്പ് വാഹനം നിയന്ത്രണം വിട്ട് വന്ന് ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ അജയനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുറ്റ്യാണിക്കാട് ക്ഷേത്രത്തിൽ അന്നദാനത്തിനുള്ള സദ്യവട്ടങ്ങൾ ഒരുക്കിയ ശേഷം അജയൻ വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം. 2 മാസം മുൻപും ഇവിടെ സമാനമായ അപകടം ഉണ്ടായിരുന്നു. ചാവക്കാട് നഗരസഭയിലെ അനധികൃത കള്ളുഷാപ്പ് പൊളിച്ചു കളയാൻ നഗരസഭാ സെക്രട്ടറിയുടെ ഉത്തരവ്. പ്രതിപക്ഷാംഗങ്ങളും സംഘടനകളും നടത്തിയ സമരത്തിന് പിന്നാലെയാണ് ഉത്തരവ്. സമരത്തിന്റെ ഭാഗമായി എടുത്ത കേസുകൾ പിൻവലിക്കണമെന്ന് UDF ആവശ്യപ്പെട്ടു. അനധികൃതമായി പ്രവർത്തിച്ചെന്ന് കണ്ടെത്തിയ കള്ളുഷാപ്പാണ് പൊളിക്കാനായി നഗരസഭ സെക്രട്ടറി ഉത്തരവിട്ടത്. വിവരാവകാശ നിയമം വഴിയെടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ ഷാപ്പിനെതിരെ എക്സൈസ് വകുപ്പ് മന്ത്രിക്കും കളക്ടർക്കും പരാതി നൽകിയിരുന്നു. നഗരസഭാ സെക്രട്ടറിയുടെ ഒത്താശയോടെയാണ് കള്ളുഷാപ്പ് പ്രവർത്തിച്ചതെന്നാരോപിച്ച് പ്രതിപക്ഷ കൗൺസിലർമാർ സമരത്തിലായിരുന്നു. സെക്രട്ടറിയെ ഘോരാവോ ചെയ്ത കൗൺസിലർമാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്തു. ഇന്ന് CPMന്റെ ഭരണപക്ഷത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് സെക്രട്ടറി ഇന്ന് ഞങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കുന്നതിനു വേണ്ടി പരാതി കൊടുത്തിരിക്കുകയാണ്. നീതി നിഷേധം നടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ട നഗരസഭ ആ നീതി നിഷേധം ചൂണ്ടിക്കാണിക്കുന്ന ജനപ്രതിനിധികൾക്കെതിരെ നടപടിയെടുക്കുന്ന ഒരു ഭരണകൂടമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ചാവക്കാട് മാറിക്കൊണ്ടിരിക്കും. പ്രതിപക്ഷ കൗൺസിലർമാർക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്ന് DCC അധ്യക്ഷൻ ജോസ് വള്ളൂർ ആവശ്യപ്പെട്ടു. എന്നോട് സംസാരിക്കാൻ UDFന്റെ കൗൺസിലർമാരെ ഞങ്ങളുടെ സഹോദരിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്നോട് സംസാരിക്കാൻ വന്നു. ഇതിന് നമ്പർ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. കെട്ടിടത്തിന് ഇല്ല എന്ന് പറഞ്ഞു. ഈ കള്ളുഷാപ്പിന് അനുമതിയുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു സെക്രട്ടറി. മദ്യലോബിക്ക് ഒത്താശ ചെയ്ത സെക്രട്ടറിക്കെതിരെയും നടപടിയെടുക്കണമെന്നാണ് സംയുക്ത സമരസമിതിയുടെ ആവശ്യം. ന്യൂസ് 18 ഗുരുവായൂർ. ഖാദി ഇന്ത്യ സ്വയം പര്യാപ്തതയുടെ പ്രതീകമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഖാദി ഒരു വസ്ത്രം മാത്രമല്ല, ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയുടെ പ്രതീകം കൂടിയാണ്. ഒരു ജോഡി ഖാദി വസ്ത്രങ്ങളെങ്കിലും ഒരു വർഷം വാങ്ങാൻ ശ്രമിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലെ സമ്പൂർണ്ണ ഖാദിവൽക്കരണത്തിന്റെ ഉദ്ഘാടനം വി മുരളീധരൻ നിർവഹിച്ചു. VK പ്രശാന്ത് MLA, മുൻമന്ത്രി VC കബീർ, MS ഫൈസൽ ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു.
കായംകുളത്ത് നിന്ന് KSRTCയുടെ ഒരു ഉല്ലാസയാത്ര. വാർത്ത കാണാം ഇടവേളയ്ക്ക് ശേഷം. വീണ്ടും വാർത്തകളിലേക്ക്. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കണ്ണൂർ മൗവേരിയിൽ നിർമ്മിച്ച ഹെലികോപ്റ്റർ മാതൃക കൗതുക കാഴ്ചയായി. പിണറായി ഏരിയയിലെ കുഞ്ഞാലി നഗർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ഹെലികോപ്റ്റർ മാതൃക നിർമ്മിച്ചത്. ഏപ്രിൽ 6 മുതൽ 10 വരെ കണ്ണൂരിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിനായി പ്രാദേശിക തലത്തിലുള്ള സംഘാടക സമിതി ഓഫീസുകളിൽ ഒന്നാണിത്. വിവിധ ഇടങ്ങളിൽ പല മാതൃകകളിൽ നിർമ്മിച്ച സംഘാടക സമിതി ഓഫീസുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് കുഞ്ഞാലി നഗർ ബ്രാഞ്ചിന്റേത്. 2 ആഴ്ചയോളം സമയമെടുത്താണ് യഥാർത്ഥ ഹെലികോപ്റ്ററിനെ വെല്ലുന്ന മാതൃകയുടെ നിർമ്മാണം. ഹെലികോപ്റ്ററിന്റെ അകത്ത് ഫാനും ലൈറ്റുമെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട്. സംഘാടക സമിതി ചെയർമാൻ NV നൌഫൽ, കൺവീനർ സുജീഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇന്റീരിയർ ഡെക്കറേറ്ററായ C സന്തോഷാണ് ഹെലികോപ്റ്റർ മാതൃക തയ്യാറാക്കിയത്. ന്യൂസ് 18 കണ്ണൂർ. പറയുന്നത് പ്രവർത്തിക്കുകയും പ്രവർത്തിക്കാനാകുന്നത് പറയുകയും ചെയ്യുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ്. കഴിഞ്ഞ പ്രകടന പത്രികയിൽ ഇടതുപക്ഷം പറഞ്ഞ കാര്യമാണ് കേരയിൽ. പ്രകടന പത്രിക ജനങ്ങളെ വഞ്ചിക്കാനുള്ളതല്ല എന്നും മന്ത്രി പറഞ്ഞു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ DYFI ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമ്മേളനം ഇന്ന് സമാപിക്കും. ഇടുക്കി ശാന്തൻപാറയിൽ ഗ്രാമീണ പാത ഗതാഗത യോഗ്യമാക്കാത്തതിൽ പ്രതിഷേധം. നാട്ടുകാർ റോഡിൽ കൃഷിയിറക്കി. ശാന്തൻപാറ വാക്കോട സിറ്റി കിഴക്കാതിമല റോഡ് നാശത്തിന്റെ വക്കിലാണ് ഉള്ളത്. കാൽനട യാത്ര പോലും സാധ്യമാകാത്ത അവസ്ഥയിലാണ് വാക്കോട സിറ്റി കിഴക്കാതിമല പാത. വലിയ വളവുകളിൽ മെറ്റലുകൾ ഇളകിക്കിടക്കുന്നതിനാൽ വാഹന ഗതാഗതം ദുഷ്കരമാണ്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ അധികൃതരെ സമീപിച്ചിട്ടും നടപടിയുണ്ടായില്ല. ഇതോടെ ഏലവും വാഴയും റോഡിലെ കുഴികളിൽ നട്ട് പ്രദേശവാസികൾ പ്രതിഷേധിച്ചു. ഈ റോഡ് അങ്ങേറ്റം വരെ തന്നെ സൈഡായിട്ട് മുഴുവൻ പൊളിഞ്ഞെടുക്കുകയാണ്. വാഹനം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ വരാറില്ല, മറ്റു വാഹനങ്ങൾ വരാറില്ല. സ്കൂൾ കുട്ടികളുടെ പോകാനുള്ള സൗകര്യമുണ്ട്. കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറം ഇറക്കി വിടുന്നു. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു 5 വർഷക്കാലമായി റോഡ് ഇങ്ങനെ കിടക്കുകയാണ്. 2.5 കിലോമീറ്റർ ദൂരമുള്ള പാത പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. സ്കൂൾ ബസ്സുകൾ ഇതുവഴി സർവീസ് നടത്തുന്നില്ല. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും വാഹനങ്ങൾ എത്താത്ത സാഹചര്യമാണ്. റോഡിന്റെ നിർമ്മാണത്തിനായി 16 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും ഇത് വകമാറ്റി മറ്റൊരു റോഡിനായി ചെലവഴിച്ചെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഞങ്ങൾ ഷായിച്ചാണ് ചോദിച്ചു പണിയോട് പറഞ്ഞു. അത് റോഡ് അവർ എഴുതി മാറിപ്പോയി. അത് 10 ഏക്കർ റോഡിലേക്കാക്കി പറഞ്ഞു. 10 ഏക്കർ റോഡ് പുഴയാത്ത റോഡ്, ടാറിംഗ് ഉള്ള റോഡ്. കുഴിയുള്ള ഭാഗം അപ്പുറത്ത് കിടപ്പുണ്ട്. ടാറിംഗ് മേളിക്കൽ ചുമ്മാ ചെയ്ത് അവർ പോയി ബില്ല് മാറി അവർ പോയി. പൊട്ടിപ്പൊളിഞ്ഞ പാതയിൽ നിന്നും മെറ്റലുകൾ മഴവെള്ളത്തിലൊഴുകി സമീപത്തെ പാടശേഖരത്തിലെത്തുന്നതിനാൽ നെൽകൃഷി ഇറക്കാനും സാധിക്കുന്നില്ല. പാതയുടെ പുനർനിർമ്മാണം ഉടൻ നടത്തിയില്ലെങ്കിൽ സമരം സംഘടിപ്പിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് 18 നെടുങ്കണ്ടം. ഗുരുവായൂർ വലിയ തോടിന്റെ വശങ്ങൾ സംരക്ഷിക്കണമെന്ന ആവശ്യം. മഴക്കാലത്ത് വെള്ളം നിറഞ്ഞ് സമീപത്തെ വീടുകളിൽ എത്തുന്നത് പതിവാണ്. മഴയായാൽ വലിയ തോടിന് ഇരുകരകളിലുമുള്ളവർക്ക് ആധിയാണ്. തോട് കവിഞ്ഞാൽ സമീപത്തെ വീടും സ്ഥലവുമൊക്കെ വെള്ളത്തിലാകും. ദിവസങ്ങളോളം ഈ ദുരിതം തുടരും. വീടുകളിൽ ഇഴജന്തുക്കളും കയറും. പലരും ബന്ധുവീടുകളിലേക്ക് താമസം മാറേണ്ടി വരും. എല്ലാ വർഷവും നാട്ടുകാർ അധികൃതരുടെ കനിവ് തേടിയിരിക്കേണ്ട അവസ്ഥയാണ്. നഗരസഭയ്ക്ക് പലവട്ടം പരാതി നൽകി. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാത്തത് വലിയ പ്രതിസന്ധിയാണ്. 5-6 കൊല്ലമായി ഞങ്ങൾ ഈ അനുഭവിക്കണം. എന്തായാലും ഞങ്ങൾക്ക് ഈ വർഷത്തിൻ്റെ മുമ്പ് ഇതൊന്ന് കെട്ടിക്കിട്ടണം. അമ്പ് കയറുക, വെള്ളം കയറുക, ഇതൊക്കെ തന്നെയല്ലേ മഴക്കാലത്ത് വരണത്. മുറ്റത്തുനിന്നാണ് പുറത്തിറങ്ങാന്ന് മറക്കുണ്ടാവും. നഗരസഭ 22-ാം വാർഡിലാണ് വെള്ളക്കെട്ടിന്റെ ബുദ്ധിമുട്ട് ഏറെ അനുഭവിക്കേണ്ടി വരിക. വാർഡ് കൗൺസിലിന്റെ ശ്രദ്ധയെപ്പെടുത്തിയിട്ടും കൂടി അദ്ദേഹം ഈ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്താമായിരുന്നു. എല്ലാ വാർഡുകളിലും അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കാര്യം ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന് ഇതിൽ ഒരു ചെയ്യണമെന്ന് കഴിവില്ലായ്മ, അദ്ദേഹത്തിന്റെ വാർഡ് കൗൺസിലിന്റെ കഴിവില്ലായ്മയാണ് ഈ കാണിക്കുന്നത്. പല പ്രാവശ്യം നാട്ടുകാർ പരാതി പറഞ്ഞു. ഒരു പ്രയോജനവും ഉണ്ടായില്ല. തോടിനിരുവശവും കല്ലുകെട്ടി നീരൊഴുക്ക് സുഗമമാക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാം. ന്യൂസ് 18 ഗുരുവായൂർ. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്താൻ കഴിയാതെ നിർധന കുടുംബം. പത്തനംതിട്ട കടമനിട്ട സ്വദേശി ബാബുക്കുട്ടന്റെ കുടുംബമാണ് സുമനസ്സുകളുടെ സഹായം തേടുന്നത്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചികിത്സയ്ക്കുമായി 40 ലക്ഷത്തോളം രൂപ വേണ്ടിവരുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. കോവിഡിനെ തുടർന്ന് ജോലി നഷ്ടപ്പെട്ട് നാട്ടിലെത്തിയപ്പോഴാണ് പ്രവാസിയായ ബാബുക്കുട്ടന് കരൾ രോഗം ബാധിച്ചത്.
തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. ശസ്ത്രക്രിയയ്ക്കും അനുബന്ധ ചെലവുകൾക്കുമായി 40 ലക്ഷം രൂപ വേണ്ടിവരും. കരൾ നൽകാനുള്ള ഡോണറെ കണ്ടെത്തിയെങ്കിലും ഭാരിച്ച തുക കണ്ടെത്താൻ കഴിയാത്ത വിഷമത്തിലാണ് ബാബുക്കുട്ടന്റെ നിർധന കുടുംബം. ഈ ഒരു സർജറിക്ക് തന്നെ വലിയ ഭാരിച്ചൊരു തുകയാണ് കണ്ടെത്തേണ്ടിയിരിക്കുന്നത്. 40 ലക്ഷം രൂപയോളം അതിന് വേണ്ടി വരും. പക്ഷെ അത്രയും നമ്മുടെ ഇതിൽ നിന്ന് ഒരു കാരണവശാലും എടുക്കത്തക്ക രീതിയിലൊരു സാഹചര്യം നമുക്കില്ല. 3 കുട്ടികളുമായി ബാബുക്കുട്ടനും ഭാര്യയും വാടക വീട്ടിലാണ് താമസം. ഒരു കുട്ടിക്ക് ഓട്ടിസം ബാധയുമുണ്ട്. ബാബുക്കുട്ടന്റെ ചികിത്സയ്ക്കായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ സഹായനിധി രൂപീകരിച്ച് ധനശേഖരണം നടത്തുന്നുണ്ടെങ്കിലും ഈ തുകയും പര്യാപ്തമല്ല. ബാബുക്കുട്ടന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഈ ശസ്ത്രക്രിയ അടിയന്തരമായിട്ട് നടത്തിയെടുക്കേണ്ടതുണ്ട്. ആവശ്യമായ സാമ്പത്തിക ശേഷിയുള്ളവർ സഹായിക്കുവാൻ ഞാൻ ബാബുക്കുട്ടന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കരൾ മാറ്റിവെച്ചാൽ ബാബുക്കുട്ടന് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. അതിന് സുമനസ്സുകളുടെ സഹായമാണ് ഇനി വേണ്ടത്. ന്യൂസ് 18 പത്തനംതിട്ട. പത്തനംതിട്ട റാന്നി താലൂക്ക് ആശുപത്രിയിൽ പുതുതായി സ്ഥാപിച്ച ഓക്സിജൻ പ്ലാന്റിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. 1 മിനിറ്റിൽ 333 ലിറ്റർ ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പ്ലാന്റാണ് പ്രവർത്തന സജ്ജമായത്. ആർദ്രം പദ്ധതിയുടെ ഭാഗമായി OP നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് എന്നും ഇത് പൂർത്തിയാകുമ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ആശുപത്രിക്ക് ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. കായംകുളത്ത് നിന്ന് ഉല്ലാസയാത്രയുമായി KSRTC. ബജറ്റ് ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയുള്ള ട്രിപ്പ് വാഗമൺ പരുന്തുംപാറ റൂട്ടിലായിരുന്നു. കായംകുളത്ത് നിന്ന് കൂടുതൽ സ്ഥലത്തേക്ക് ഉല്ലാസയാത്രാ ട്രിപ്പുകൾ ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. എല്ലാ ഞായറാഴ്ചകളിലുമാണ് KSRTC ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള ഉല്ലാസയാത്ര. മുൻകൂർ റിസർവേഷനോട് കൂടിയാണ് ട്രിപ്പുകൾ. ഒരാൾക്ക് 550 രൂപയാണ് വാഗമൺ പരുന്തുംപാറ ട്രിപ്പിന് ഈടാക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ കായംകുളത്തു നിന്ന് പുറപ്പെട്ട് രാത്രിയോടെ തിരിച്ചെത്തുന്ന തരത്തിലാണ് സർവീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. സർവീസിന്റെ ഉദ്ഘാടനം യു പ്രതിഭ MLA നിർവഹിച്ചു. വളരെയധികം സന്തോഷമാണ്. പിന്നെ എനിക്ക് ഒരു അഭ്യർത്ഥന കൂടി എല്ലാവരോടും ഉള്ളത്, ഇന്ന് മിക്ക ഞായറാഴ്ച ഇത് ഓപ്പറേറ്റ് ചെയ്യും. അപ്പം സ്ഥലങ്ങൾ കാണാൻ ഇഷ്ടമുള്ള വളരെ ചെറിയ ഒരു ചിലവിൽ, ഒരുപാട് ചിലവൊന്നും ആവത്തില്ല. എന്നാൽ അതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടിയാണ് പോകുന്നത്. ഇപ്പോൾ KSRTC യാത്രയെന്ന് പറഞ്ഞാൽ ഒരു വലിയ എന്താ പറയണ്ടേ, പൊതുജന സമ്പർക്ക പരിപാടി പോലെയാണ്. സുരക്ഷിത യാത്രയാണ്, എല്ലാവരും ചേർന്നുള്ള യാത്രയാണ്. അതിൻ്റെ ഒരു സുഖം വേറെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ഇതിൻ്റെ ഭാഗമാവുക. നമ്മുടെ നാട്ടിൽ യാത്ര ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരടക്കമുള്ള എല്ലാവരും വരുന്ന നാളുകളിലുള്ള ട്രിപ്പുകളിലും പങ്കെടുക്കണം. ഈരാറ്റുപേട്ട, അരുവിത്തറപ്പള്ളി, വാഗമൺ വ്യൂ പോയിന്റ്, കുരിശുമല, മെഡോസ്, സൂയിസൈഡ് പോയിന്റ്, തടാകം, ഏലപ്പാറ തേയില പ്ലാന്റേഷൻ, കുട്ടിക്കാനം പൈൻ ഫോറസ്റ്റ്, കുട്ടിക്കാനം വെള്ളച്ചാട്ടം, പരുന്തുംപാറ എന്നിവിടങ്ങളിലൂടെയാണ് യാത്ര. ഏപ്രിൽ 3 യാത്രയുടെ ബുക്കിംഗ് പൂർത്തിയായി. ഏപ്രിൽ 10 ഉല്ലാസയാത്രയുടെ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു. കായംകുളം ഡിപ്പോയിൽ നിന്ന് വേനൽ അവധിക്കാലത്ത് 50 ട്രിപ്പ് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് അധികൃതർ. മൂന്നാറിലേക്കും ഇഞ്ചിത്തൊട്ടിയിലേക്കുമുള്ള സർവീസ് പരിഗണനയിലാണ്. ഇവയ്ക്ക് അനുമതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡിപ്പോ അധികൃതർ. ന്യൂസ് 18 കായംകുളം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. നമസ്കാരം.